സോ അമ്മേ ഓക്കെ. സോ ഇന്ന് ശനിയ ഓക്കെ. സോ അതിനിടയ്ക്ക് ഒരു കോളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി. എന്തായാലും ഇന്ന് രാവിലെ സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാവിലെ ഒരു പാർസൽ വന്നത്. ഇതാണ് വന്നിരിക്കുന്ന പാർസൽ. വേറെ ഒന്നുമില്ല, ഇത് ആഡ്കോം എന്ന് പറഞ്ഞ കമ്പനിയുടെ മാക്രോ ലെൻസ് ആണ്. ഓക്കെ, ആഡ്കോമിൻ്റെ മാക്രോ ലെൻസാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, കുറച്ച് മാക്രോ ഫോട്ടോഗ്രാഫി ഐഡിയാസ് എൻ്റെ മൈൻഡിൽ, ഏകദേശം ഒരു 10-15 ഐഡിയാസ് എൻ്റെ മൈൻഡിൽ വന്നു. സോ എന്തായാലും ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് സ്മാർട്ട് ഫോണിൽ മാക്രോ ഫോട്ടോ കിള്ളനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ട്രാവൽ ലെൻസാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി നമുക്കിന്ന് അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ കേസിൽ വരുന്ന സാധനത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ഈ ലെൻസ് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ആഡ്കോമിൻ്റെ ഈ ലെൻസ് ഉണ്ട്. പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനുള്ളൊരു മൈക്രോ ഫൈബർ ക്ലോത്തും ഉണ്ട്. ലെൻസ് നമുക്ക് അടച്ചു വയ്ക്കാനുള്ളൊരു ലെൻസ് പ്രൊട്ടക്റ്റിംഗ് ക്യാപ്പും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതാണ് നമ്മുടെ മാക്രോ ലെൻസ്. കൊള്ളാം, അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ബിൽഡുള്ള മാക്രോ ലെൻസാണ്. അതിൻ്റെ അറ്റത്ത് കണ്ടില്ലേ ഇത്തരത്തിലുള്ളൊരു ഈ ലൈറ്റ് കയറി വരാനായിട്ട് അടുത്ത് വെച്ചെടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം, നമുക്ക് കുറേയധികം ഐഡിയാസ് ഉണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലെൻസ് ഫോണിലേക്ക് ഫിറ്റ് ചെയ്യാം. വളരെ എളുപ്പമാണ്. ബെസ്റ്റ് നമ്മൾ ഈ കവർ ഊരിയിട്ട് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റ് കിട്ടുള്ളൂ. സോ ഞാനൊന്ന് ക്യാമറ ഓൺ ആക്കട്ടെ. അപ്പോൾ ഏകദേശം ഇത്തരത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന ഈ ഒരു ബോൺസായി പ്ലാന്റിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഇലയുടെ ഫോട്ടോ എടുക്കാം. പക്ഷേ എനിക്ക് ബാക്കിൽ നിന്ന് കുറച്ച് ലൈറ്റ് വേണം. സോ ഞാൻ വേറൊരു ലൈറ്റും കൂടെ എടുക്കാം. ഓക്കെ, സോ ഈ ലൈറ്റാണ് നമ്മൾ ബാക്കിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഞാനൊരു ലീഫിൻ്റെ ബാക്കിൽ വെച്ചിട്ട് നമുക്ക് ഫോൺ അടുത്ത് കൊണ്ടുപോയി ഓക്കെ. സോ വളരെ നല്ല ലീഫിൻ്റെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ആഡ്കോമിൻ്റെ പാക്കേജിൻ്റെ കൂടെ തന്നെ വന്ന മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. സോ ഇതും ഞാൻ ലൈറ്റിൻ്റെ അടിയിൽ വയ്ക്കാം. സോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വിസിബിലിറ്റി കിട്ടും. സോ ലൈറ്റിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് വളരെ നല്ല രീതിയിലൊരു മൈക്രോ ഫൈബറിൻ്റെ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പിൻ്റെ കീബോർഡാണ്. സോ ഞാനൊരു ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ലാപ്ടോപ്പിൻ്റെ കീസ് ബാക്ക്ലിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഫോട്ടോ കിട്ടും. എന്തായാലും നമുക്ക് ലാപ്ടോപ്പിൻ്റെ കീബോർഡിൻ്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോയും എടുക്കാം. മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ നമ്മൾ അടുത്ത് വെച്ചെടുക്കുന്ന സമയത്ത് ലൈറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. സോ ഒരു എക്സ്ട്രാ ലൈറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെക്കുക. അതേപോലെ ഈ സ്പീക്കർ ഗ്രില്ലിൻ്റെ അവിടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ശരിക്കും മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്ന ഒരു ഫീലാണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഒരു പെന്നാണ്. ഈ പെന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇരിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറയാം പേപ്പർ വെച്ച് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പെന്നാണ്. അത് ഇവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു പെന്നാണ്. വളരെ നല്ലൊരു എന്താ പറയുക ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പെന്നാണ്. എന്തായാലും ഈ പെന്നിൻ്റെ നിബ്ബുകൾ എന്ന് പറയുന്നത് വളരെ നല്ല രസമുള്ള സാധനങ്ങളാണ് ക്ലോസപ്പ് ഫോട്ടോസ് എടുക്കാൻ. സോ അതിൻ്റെയും ഒരു പിക്ക് ലൈറ്റ് വേണം. ലൈറ്റ് ഉണ്ടായാലേ രസം ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ ബോൾ പോയിൻ്റ് പെൻ എന്നുള്ള പേര് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു അറ്റത്തുള്ള നിബ്ബ് കാരണമാണ്. എന്തായാലും ബോൾ പോയിൻ്റ് പെന്നിൻ്റെ ബോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് ഈ കാണുന്ന ടേബിളാണ്. ഈ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ വളരെ മാറ്റ് ഫിനിഷ് ആയിട്ട് നല്ല രസമുള്ള ടേബിളായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സർഫസ് എങ്ങനെയുണ്ടെന്ന് കാണണമെങ്കിൽ ഇത് നമുക്ക് ഇനി അടുത്ത് കൊണ്ടുവച്ചിട്ട് നോക്കാം. കണ്ടില്ലേ നിങ്ങൾ മാറ്റ് ഫിനിഷ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതിനകത്ത് കുറേ കുട്ടി ഗ്രൂവ്സ് ഉണ്ട്. അത് നമുക്ക് ചുമ്മാ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഇത്തരത്തിൽ മാക്രോ ലെൻസൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴായിരിക്കും കൃത്യമായിട്ട് കാണുന്നത്. ഇനി അടുത്ത ഐഡിയ എന്ന് പറയുന്നത് ഒരു മാച്ച് ബോക്സ് ആണ്. ഓക്കെ, സോ എനിക്ക് ആക്ച്വലി മാച്ച് ബോക്സിൽ 2-3 ഐഡിയാസ് വന്നിട്ടുണ്ടായി. ഒന്നെന്ന് പറയുന്നത് നമ്മൾ മാച്ച് സ്റ്റിക്സ് എടുക്കില്ലേ, മാച്ച് സ്റ്റിക്സിൻ്റെ അറ്റം മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്ലോസപ്പ് ഫോട്ടോ. അപ്പോൾ അതിനും നമുക്ക് ലൈറ്റ് വേണ്ടി വരും. സോ ലൈറ്റ് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ ഫോക്കസിൻ്റെ. സോ അത് ഭയങ്കര എന്താ പറയുക ഓക്കെ. സോ നമുക്കൊരു മാച്ച് കത്തിച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കാം. സോ ക്വിക്കായിട്ട് എടുക്കേണ്ടി വരും. സോ 3, 2, 1 ഓക്കെ. കത്തിക്കൊണ്ടിരിക്കുവാണ്. ഓഫാവല്ലേ ഓഫായി. കത്ത് ഓക്കെ. കത്തി വേണ്ട ശരിയാവില്ല. കത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. കുറച്ചുകൂടി ഓക്കെ. ഇത് പൊളി ഇതെനിക്കിഷ്ടപ്പെട്ടു.
അയ്യോ. ഇനി അടുത്ത ഐഡിയ എന്ന് പറയുന്നത് ഇത് ഐസ്ക്രീം പെട്ടിയല്ല, ഇതിനകത്ത് നമുക്ക് കുറേ അധികം കോയിൻസ് ഉണ്ട്. പുതിയ 5 രൂപയുടെ കോയിനാണ്. അധികം ആൾക്കാരൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും ഈ പുതിയ 5 രൂപയുടെ കോയിൻ്റെ ക്ലോസപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. സോ ശരിക്കും ഒരു മൈക്രോസ്കോപ്പിലൂടെയൊക്കെ കാണുന്ന പോലെ ഉണ്ട് കേട്ടോ. കൊള്ളാം. നെക്സ്റ്റ് മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട് എപ്പോഴും കുറച്ചുകൂടി നല്ലൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസ് ആണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ജാർ ഓഫ് നട്ട്സ് ഉണ്ട്. ഇത് ആൽമണ്ട്സ് ആണ്. ഓക്കെ, സോ കുറച്ച് ആൽമണ്ട്സ് നമുക്ക് എടുക്കാം. ഇനി ആൽമണ്ട്സിൻ്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോ നോക്കാം. ആൽമണ്ട്സിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് വാട്ട് വി സീ. ഇതാണ് നമ്മൾ ആൽമണ്ട്സിൽ കാണുന്നത്. ഓക്കെ, ബൈ ദ വേ ഈ വീഡിയോ കാണിക്കുന്ന ഈ മാക്രോ ലെൻസ് ഇല്ലേ, ഈ ആഡ്കോമിൻ്റെ മാക്രോ ലെൻസ് നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ആഡ്കോമിൻ്റെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ശരത് 50 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡുണ്ട്. ഈ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 15% അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഡിസ്കൗണ്ട് കിട്ടും. കുറേ ആൾക്കാർക്ക് ഇഷ്ടം പോലെ സാധനങ്ങളിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ടുകൾ ഇട്ടിട്ടുണ്ട്. സോ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ അത് ചെക്ക് ചെയ്ത് നോക്കാം. സോ മാക്രോ ഫോട്ടോഗ്രാഫിക്ക് ബ്രെഡ് എപ്പോഴും വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്ത് കുറേ പോർസ് ഉണ്ട്. ഓക്കെ, കുറേ പോർസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ടെക്സ്ചർ കിട്ടും. സോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രെഡ് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ വെക്കുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിക്കുവാണ്. അതിനുശേഷം നമ്മളിങ്ങനെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്രെഡിൻ്റെ ഉള്ളിലുള്ള ഓരോ ലെയറുകളും കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈവൻ ബ്രെഡിൻ്റെ ഈ സൈഡിലൊക്കെ എന്തുവാണ് ഉള്ളത്, അതൊക്കെ എന്താണ് എന്നൊക്കെ അറിയാൻ ഭയങ്കര രസമാട്ടോ ഇതിൽ. ഇനി നമുക്ക് കുറച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ്സും വെച്ചിട്ടുള്ള കുറേ അധികം മാക്രോ ഫോട്ടോസ് ചെയ്യാം. ഓക്കെ, സോ വാട്ടർ ഡ്രോപ്ലെറ്റ് ഒക്കെ വെച്ചിട്ട് നോർമലി വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ബെറ്റർ യു യൂസ് സം ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു വാൾപേപ്പർ പോലെയൊക്കെ ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫില്ലറിലാണ് വാട്ടർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇൻഡോർസിൽ ഒരു മാക്രോ ക്യാമറസ് എടുക്കാനായിട്ട് വന്ന ഐഡിയാസ്. ഔട്ട്ഡോർസിൽ മാക്രോ ക്യാമറയിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിന് മുന്നേ ഉള്ള ഒരു ലെൻസിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ കാർഡ് ഇട്ടേക്കാം. സോ മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. കാരണം നോർമലി നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലെൻസൊക്കെ വയ്ക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അതും വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലെൻസ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ വെച്ചിട്ട് കിഡിലായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് ഭയങ്കര നല്ല രസമാണ്. സോ നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ലെൻസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോ കാണാം.